ഫ്രണ്ട്സ്, എല്ലാവരും കുട്ടൂസ്മിയുടെ ലേണിംഗ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ എന്താ നോക്കിയത്? നമ്മൾ +2 ബയോളജിയിലെ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇതുവരെ നോക്കിയത് അല്ലേ. ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് അറിയാമോ? നമ്മളെ NEET 30-30 ദാറ്റ് മീൻസ് 30 ക്വസ്റ്റ്യൻസ് ഫോർ 30 മിനിറ്റ് എന്ന സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. NEET പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ എയിം ചെയ്തിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് വി മൂവ് ടു ദി സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് product of sexual reproduction generally generates. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. ദി പ്രോഡക്റ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ജനറലി ജനറേറ്റ്സ്. ഓപ്ഷൻ എ പ്രൊലോങ്ഡ് ഡോർമൻസി. ഓപ്ഷൻ ബി ന്യൂ ജെനറ്റിക് കോമ്പിനേഷൻ ലീഡിംഗ് ടു വേരിയേഷൻ. ഓപ്ഷൻ സി ലാർജ് ബയോമാസ്. ഓപ്ഷൻ ഡി ലോങ്ങർ viability of seeds. Okay, option A prolonged dormancy, option B new genetic combination leading to variation, option C large biomass and option D longer viability of seeds. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. ഓപ്ഷൻ എ ഇസ് ദ പ്രൊലോങ്ഡ് ഡോർമൻസി അല്ലെ. പ്രൊലോങ്ഡ് ഡോർമൻസി അതും നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് റിലേഷൻ ഉണ്ടോ നോക്കാം. പ്രൊഡക്റ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊലോങ്ഡ് ഡോർമൻസി എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? ഡോർമൻസി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീഡ് അതിന്റെ ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്തിരിക്കുന്ന പീരീഡിനെയാണ് നമ്മൾ ഡോർമൻസി എന്ന് പറയുന്നത്. അതിനെ പ്രൊലോങ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതുമായിട്ട് റിലേറ്റഡ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ ബി ന്യൂ ജെനറ്റിക് കോമ്പിനേഷൻ ലീഡിംഗ് ടു വേരിയേഷൻ. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചതും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ജെനറ്റിക് കോമ്പിനേഷൻസ് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇതും ഈ ക്വസ്റ്റ്യനായിട്ട് മാച്ച് ആവുന്ന ഓപ്ഷൻ ബി ആണ് നമുക്ക് മനസ്സിലാവും. എന്താണ്? ന്യൂ ജെനറ്റിക് കോമ്പിനേഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജെനറ്റിക് കോമ്പിനേഷൻ. ഓക്കെ, നമ്മൾ വേരിയേഷന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ന്യൂ ജെനറ്റിക് കോമ്പിനേഷൻ ലീഡിംഗ് ടു വേരിയേഷൻ. ഓക്കെ, ബാക്കി ഓപ്ഷൻ സിയും ഡിയും ലാർജ് ബയോമാസ് ഒന്നും സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാവും. ലാർജ് ബയോമാസും പിന്നെ ലോങ്ങർ വയബിലിറ്റി ഓഫ് സീഡ്സ്. ലോങ്ങർ വയബിലിറ്റി ഓഫ് സീഡ്സ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പക്ഷെ അത് ഇതിനുമായിട്ട് യാതൊരു റിലേഷനില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം ന്യൂ ജെനറ്റിക് കോമ്പിനേഷൻ ലീഡിംഗ് ടു വേരിയേഷൻ. ഓക്കെ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഫിലിഫോം അപ്പാരറ്റസ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. ഓപ്ഷൻ എ ന്യൂസെല്ലസ്, ഓപ്ഷൻ ബി അല്യൂറോൺ സെൽ ലെയർ, ഓപ്ഷൻ സി സിനർജിഡ്സ്, ഓപ്ഷൻ ഡി ജനറേറ്റീവ് സെൽ. ഓക്കെ, നമുക്ക് ഓപ്ഷൻ എ നോക്കാം. ന്യൂസെല്ലസ് എന്ന് പറയുന്നത് എംബ്രിയോ സാക്കിന് പുറത്തുള്ള സെല്ലാണ്. ഓക്കെ, അപ്പൊ അത് ഫിലിഫോം അപ്പാരറ്റസ് ഒരു റിലേഷനിലാണ് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ദാറ്റ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് അല്യൂറോൺ സെൽ ലെയർ. അല്യൂറോൺ സെൽ ലെയർ എന്ന് പറയുന്നത് മോണോക്കോട്ട് സീഡിനകത്തുള്ള ഒരു ലെയർ ആണ്. മോണോക്കോട്ടിന്റെ നമ്മൾ അതിന്റെ എംബ്രിയോ ഒക്കെ പറയുമ്പോഴത്തേനും എംബ്രിയോയും സീഡൊക്കെ പറയുമ്പോൾ അതിനകത്തുള്ള ഒരു ലെയർ ആണ് അല്യൂറോൺ സെൽ ലെയർ. അപ്പൊ അതും ഇതുമായിട്ട് യാതൊരു റിലേഷൻ ഇല്ല. ദെൻ ഓപ്ഷൻ സി, ദാറ്റ് ഈസ് സിനർജിഡ്സ്. സിനർജിഡ്സിലുള്ള സെല്ലുലാർ തിക്കനിങ് ആണ് ഫിലിഫോം അപ്പാരറ്റസ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സിനർജിഡ്സ് ആണ്. ദെൻ നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോഴത്തേനും ജനറേറ്റീവ് സെൽ. ജനറേറ്റീവ് സെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പോളനകത്ത് 2 സെൽസ് ഉണ്ട്. ഓക്കെ, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. ജനറേറ്റീവ് സെല്ലാണ് മെയിൽ ഗാമീറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് തമ്മിൽ റിലേഷൻ ഇല്ല. സോ ഓപ്ഷൻ C is answer. Okay, the third question. Wind pollination is common in A. legumes, B. lilies, C. grasses, D. orchids. നമ്മുടെ NCERT ടെക്സ്റ്റിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വിൻഡ് പോളിനേഷൻ ഈസ് കോമൺ ഇൻ ഗ്രാസസ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. അത് ഇപ്പൊ ലെഗ്യൂംസിലും ലില്ലീസിലും ഓർക്കിഡ്സിലും കോമൺ ആയിട്ട് ഇൻസെക്ട് പോളിനേഷൻ ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി. Okay, then the fourth question is advantage of cleistogamy is. Option A more vigorous offspring, option B no dependence of pollinators, option C vivipary, option D higher genetic variability. നമുക്ക് ഓപ്ഷൻസിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്താണ് ക്ലീസ്റ്റോഗമി എന്ന് നോക്കാം. ക്ലീസ്റ്റോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ദാറ്റ് നെവർ ഓപ്പൺ ആർ കോൾഡ് ക്ലീസ്റ്റോഗമി ഓർ ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. അപ്പോൾ ക്ലീസ്റ്റോഗാമസ് ഫ്ലവറിന്റെ എന്താണ് പെക്യുലാരിറ്റി എന്താ നോക്കാം നമുക്ക് ഈ ഉച്ചനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ക്ലീസ്റ്റോഗമിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പെക്യുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലവേഴ്സിന് ഒരു പോളിനേറ്ററിന്റെ ഹെൽപ്പ് വേണ്ട. ദെയർ ഈസ് നോ ഡിപ്പെൻഡൻസ് ഓൺ പോളിനേറ്റർ. സോ അത് തന്നെയാണ് ഇതിന്റെ ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി, ബിക്കോസ് ദാറ്റ് നെവർ ഓപ്പൺ ഫ്ലവേഴ്സ് ആർ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആൻഡ് ദേ ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ പോളിനേറ്റേഴ്സ് ഫോർ പോളിനേഷൻ. Okay, then the next question, that is the fifth question.
Which one of the following statements is correct? Option A, sporogenous tissue is haploid. Option B, endothelium produces the microspores. Option C, tapetum nourishes the developing pollen. Option D, hard outer layer of pollen is called intern. നമുക്ക് ഒരു ഓപ്ഷൻസ് ആയിട്ട് നോക്കാവേ. That is the first option, sporogenous tissue is haploid. നമുക്കറിയാം സ്പോറോജീനസ് ടിഷ്യൂ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഒരു എൻ ആയിട്ടുള്ള ഒരു മൈക്രോസ്പോർ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ ടെട്രാഡ്, അതായത് 4 മൈക്രോസ്പോർ ഫോം ചെയ്യണമെങ്കിൽ ആ സ്പോറോജീനസ് ടിഷ്യൂ എങ്ങനെയുള്ളതായിരിക്കണം? ഡിപ്ലോയിഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ തെറ്റാണ്, റോങ് ആണ്. ദാറ്റ് ഈസ് സ്പോറോജീനസ് ടിഷ്യൂ ഇസ് ഹാപ്ലോയിഡ് ഈസ് റോങ്. ദ കറക്റ്റ് ആൻസർ ഈസ് സ്പോറോജീനസ് ടിഷ്യൂ ഇസ് ഡിപ്ലോയിഡ്. അപ്പോൾ ഇതിന്റെ ആൻസർ എ അല്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് പോകാം. ദാറ്റ് ഈസ് എൻഡോഥീഷ്യം പ്രൊഡ്യൂസസ് ദ മൈക്രോസ്പോർസ്. എൻഡോഥീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ആന്തറിലെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. അതൊരിക്കലും മൈക്രോസ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. Then the option C, tapetum nourishes the developing pollen. That is the correct answer. That is the inner layer of the anther. That is the tapetum. Inner layer means ഏറ്റവും അകത്തുള്ള fourth layer. Okay, ആ ലെയർ പോളനെ നറിഷ് ചെയ്യാണ് ചെയ്യുന്നത്. Okay, അപ്പോൾ that is the correct answer. Option C. Then the fourth option is the hard outer layer of pollen is called intern. ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഞാൻ പറഞ്ഞു എക്സൈൻ ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ അല്ല, ഇന്നർ ലെയർ ആണ് ഇന്ത്യൻ. അപ്പം ഇന്ത്യൻ ഔട്ടർ ലെയർ എക്സൈൻ ആണ്. അപ്പോൾ 5th ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ സി ആണ് ആൻസർ. tapetum nourishes the developing pollen. Okay. Then the 6th question, that is both autogamy and geitonogamy are prevented in option A papaya, option B cucumber, option C castor, option D maize. നമുക്ക് ആൻസറിലോട്ട് പോകുന്നതിന് മുന്നേ എന്താണ് ഓട്ടോഗമി, എന്താണ് ഗെറ്റിനോഗമി എന്ന് അത് നോക്കാം. ഓട്ടോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. സെയിം ഫ്ലവറിലെ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട് പോളൻ ഗ്രെയിൻസ് ഫോളോ ചെയ്യുന്നതിന് നമ്മൾ ഓട്ടോഗമി എന്ന് പറയുന്നത്. ഗെറ്റിനോഗമി എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്. ഓക്കെ, അപ്പം വേറൊരു ഫ്ലവർ, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് സെയിം പ്ലാന്റ്. ഓക്കെ, അതാണ് ഗെറ്റിനോഗമി. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന ഇതിനെയാണ് ഇവിടെ പ്ലാന്റ്സ് ആണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേന് ഓപ്ഷൻ എ പപ്പായ. പപ്പായയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബിക്കോസ് പപ്പായ ഈസ് എ ഡൈഷ്യസ്. ഡൈഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും സെപ്പറേറ്റ് പ്ലാന്റ്സിൽ ആണ് ഉള്ളത്. അപ്പം അവിടെ സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, അവിടെ ക്രോസ് പോളിനേഷൻ ആണ് നടക്കുന്നത്. സോ അവർ ചോദിച്ചിരിക്കുന്നത് അതാണ്. ഓട്ടോഗമിയും ഗെറ്റിനോഗമിയും സെൽഫ് പോളിനേഷൻ ആണ്. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യുന്നത് ഏതായിരിക്കും? ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ ഇവിടെ നടക്കുന്നത് പപ്പായയിലാണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ഡൈഷ്യസ്. അപ്പം ബിയിൽ ഓപ്ഷൻ ബി കുക്കുംബറിലും സി കാസ്റ്ററിലും ഡി മെയ്സിലും എന്തായിരിക്കും? ഒന്നുകിൽ ഓട്ടോഗമി ആയിരിക്കാം, അല്ലെങ്കിൽ ഗെറ്റിനോഗമി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 6th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ പപ്പായ. ഓക്കെ, then the next question 7. Function of Wilhelm apparatus is to A. Recognize the suitable pollen in stigma. Option B. Stimulate division of generative cell. Option C. Produce nectar. Option D. Guide the entry of pollen to. നമുക്കറിയാം വിൽഫം അപ്പാരറ്റസ് എന്ന് പറയുന്നത് സിനർജറ്റിലുള്ള ഒരു സെല്ലുലാർ തിക്നിങ് ആണ്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ എൻസൈഡ് ടെക്സ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പോളൻ ട്യൂബിന് അകത്തോട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു ഗൈഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഗൈഡ് ദി എൻട്രി ഓഫ് പോളൻ ട്യൂബ്. ദെൻ നമുക്ക് അടുത്ത ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കാം. എ. റെക്കഗ്നൈസ് ദി സ്യൂട്ടബിൾ പോളൻ ഇൻ സ്റ്റിഗ്മ. അതെന്ന് പറയുന്നത് പോളൻ പിസിൽ ഇന്ററാക്ഷനകത്ത് വരുന്നതാണ്. ഓക്കെ, ദെൻ ഓപ്ഷൻ ബി സ്റ്റിമുലേറ്റ് ഡിവിഷൻ ഓഫ് ജനറേറ്റീവ് സെൽ. ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്യുന്നത് നോർമലായിട്ട് പോളൻ ട്യൂബിനകത്തോട്ട് നമ്മുടെ സ്റ്റൈലിനകത്തോട്ട് പോളൻ ട്യൂബ് എൻ്റർ ആകുമ്പോൾ തന്നെ അത് നോർമലി അങ്ങ് ജനറേറ്റീവ് സെൽ ഡിവൈഡ് ആയിക്കോളും. അതിനൊരു സ്റ്റിമുലേഷൻ എന്തായാലും ഫിൽഫം അപ്പാരറ്റസ് ചെയ്യുന്നില്ല. ദെൻ സി പ്രൊഡ്യൂസ് നെക്ടർ. എന്തായാലും നമുക്കറിയാം അത് ഇതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. ദെൻ എന്തായാലും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 7th ഓപ്ഷൻ ഡി ആണ്. Okay, the next question number 8, that is seed coat is not thin membranous in option A coconut, option B groundnut, option C gram, option D maize. അപ്പോൾ സീഡ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവ്യൂളിനെ സറൗണ്ട് ചെയ്യുന്ന ഇൻഡ്യൂക്കമെന്റ്സ് ഡെവലപ്ഡ് ആയിട്ടാണ് സീഡ് കോട്ട് ഫോം ചെയ്യുന്നത്. അത് തിക്കും ഹാർഡും കോക്കനട്ടിലായിരിക്കും. ഓക്കെ, ബാക്കി എന്താണ് അത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംബ്രിയോനെ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും അത് ഡ്രൈ ആവുന്നതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ആ തിക്ക് ആൻഡ് ഹാർഡ് ആയിട്ടുള്ള എന്താണ് സീഡ് കോട്ടാണ്. സോ ഓപ്ഷൻ എ കോക്കനട്ട് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് question number 9. Geitonogamy involves option A
fertilization of a flower by the pollen from another flower of the same plant. Option B, fertilization of a flower by the pollen from a flower of another plant in the same population. Option C, fertilization of a flower by the pollen from the same flower. Option D, fertilization of a flower by the pollen from a flower of another plant belonging to a distinct population. അപ്പോൾ എന്താണ് ഗെറ്റ്നോഗമി എന്ന് നോക്കാം. ഗെറ്റ്നോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് pollen grains in different flowers of same plant. ഒരു പ്ലാന്റിലെ തന്നെ ഡിഫറെന്റ് ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷനാണ് ഗെറ്റ്നോഗമി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള എന്താണ് ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ ഓഫ് എ ഫ്ലവർ ബൈ ദി പോളൻ ഫ്രം another flower of the same plant. Okay, the next question number 10. Perisperm differ from endosperm in option A, being a haploid tissue. Option B, it's formatting by fusion of secondary nucleus with several sperms. Option C, being a diploid tissue. Option D, having no reserve food. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് പെരിസ്പേം നോക്കാം. പെരിസ്പേം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസെല്ലസിന്റെ റെമനൻസ് ആണ് എന്താണ് പെരിസ്പേം ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു ഡിപ്ലോയിഡ് ടിഷ്യൂ ആണ്. സോ ഓപ്ഷൻ എ ബീങ് ഹാപ്ലോയിഡ് ടിഷ്യൂ റോങ് ആൻസർ ആണ്. ദെൻ ഓപ്ഷൻ ബി, ഇറ്റ്സ് ഫോർമാറ്റിംഗ് ബൈ ഫ്യൂഷൻ ഓഫ് സെക്കൻഡറി ന്യൂക്ലിയസ് വിത്ത് സെവറൽ സ്പെംസ്. അതെന്തായാലും റോങ് ആണ്, കാരണം എൻഡോസ്പേം ആണ് സെക്കൻഡറി ന്യൂക്ലിയസ് എന്താണ് മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്ത് എൻഡോസ്പേം ആണ് ഫോം ചെയ്യുന്നത്. Then being a diploid tissue is the correct answer. Then option D, having no reserve food, is a wrong answer because perisperm and endosperm are the nutritive layer ആണ്. Okay, അപ്പോൾ 10th ആൻസർ ഓപ്ഷൻ സി ആണ്. Okay, the next question, that is question number 11. Megasporangium is equivalent to option A, embryo sac, option B, ovule, option C, nucellus, option D, fruit. നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് എന്താണ്, ഓവ്യൂളിനെയാണ് നമ്മൾ മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. അപ്പോഴത്തേനും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ഓവ്യൂൾ ആണ്. അപ്പം നമുക്ക് ഓവ്യൂളിനെ പറ്റി പറയാം. ഓവ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, ഓവ്യൂൾ ആണ് ഫെർട്ടിലൈസേഷന് ശേഷം സീഡായിട്ട് മാറുന്ന സ്ട്രക്ചർ. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെയും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദെൻ ഓവറിക്കകത്ത് സിംഗിൾ ആയിട്ട് ക്ലസ്റ്റർ ആയിട്ട് നമ്മുടെ ഓവ്യൂളിൽ കാണാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ എംബ്രിയോസാക്. എംബ്രിയോസാക് എന്ന് പറയുന്നത് ഓവ്യൂളിന്റെ അകത്തുള്ളൊരു സ്ട്രക്ചറാണ്, അതിനെ നമ്മൾ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയും. ദെൻ ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിൽ എംബ്രിയോസാക്കിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന സെൽസ്, അതിനെയാണ് നമ്മൾ ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ട് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓവ്യൂൾ ആണ്, പിന്നീട് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. മെയിൽ ഗാമറ്റോഫൈറ്റ് ഓഫ് ആൻജിയോസ്പെർം ഈസ് ഓപ്ഷൻ എ സ്റ്റേമൻ, ഓപ്ഷൻ ബി ന്യൂസെല്ലസ്, ഓപ്ഷൻ സി മൈക്രോസ്പൊറാഞ്ചിയം, ഓപ്ഷൻ ഡി മൈക്രോസ്പോർ. അപ്പോൾ ദി ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, സ്റ്റേമൻ. സ്റ്റേമൻ എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ഏതാണ് അന്തരീക്ഷത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കത്തില്ല ഇതിന്റെ ആൻസർ നമുക്ക് മനസ്സിലാവും. ദെൻ ഓപ്ഷൻ ഡി ഈസ് ന്യൂസെല്ലസ്. ന്യൂസെല്ലസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഫീമെയിൽ നമ്മുടെ മെഗാസ്പൊറാഞ്ചിയത്തിന്റെ അകത്തുള്ള ഒരു സെല്ലാണ്. അപ്പോഴത്തേനും മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതും ഇതുമായിട്ട് റിലേഷൻ ഇല്ല. ദെൻ ഓപ്ഷൻ സി മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് ഓപ്ഷൻ ഡി മൈക്രോസ്പോർ. മൈക്രോസ്പൊറാഞ്ചിയ ഓർ മൈക്രോസ്പോർ മദർ സെൽസ് മിയോസിസ് നടന്നിട്ടാണ് എന്തോന്ന് മൈക്രോസ്പോർ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോസ്പോർ ആണ്, മൈക്രോസ്പോർ ഓർ പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ നമ്മുടെ 12th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി മൈക്രോസ്പോർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. One of the most resistant biological material is option A sporopollenin, option B cellulose, option C lignin, option D hemicellulose. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഓപ്ഷൻ എ സ്പോറോപൊളിനിൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, നമ്മുടെ പോളന്റെ ഔട്ടർ ലെയറിലുള്ള എക്സീനിലുള്ളൊരു മെറ്റീരിയൽ ആണ് സ്പോറോപൊളിനിൻ. അത് ബയോളജിക്കലും ഫിസിക്കൽ ഡികമ്പോസിഷനും റെസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് സ്പോറോപൊളിനിൻ എന്ന് പറയുന്നത്. പോളനെ നമുക്ക് ഫോസിലായിട്ട് ലോങ് ടേം ആയിട്ട് എന്താണ് പ്രിസർവ് ചെയ്ത് വെക്കാനും നമ്മൾ ഈ സ്പോറോപോളിന്റെ ഹെൽപ്പോടുകൂടിയാണ് പറ്റുന്നത്. ഓക്കെ, അപ്പം 13th ആൻസർ ഓപ്ഷൻ എ സ്പോറോപൊളിനാണ്. ദെൻ ഓപ്ഷൻ ബി സെല്ലുലോസ് ഒക്കെ പ്ലാന്റിന്റെ സെൽ വാളിൽ കോമ്പോസ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അതെന്ന് പറയുന്നത് പ്ലാന്റ്സിന് സ്റ്റിഫായിട്ട് വെക്കാനാണ് സെല്ലുലോസ് യൂസ് ചെയ്യുന്നത്. ദെൻ ലിഗ്നിൻ നമ്മൾ വുഡിന്റെ സെൽ വാളിൽ കോമ്പോസ് ചെയ്തിരിക്കുന്ന ലിഗ്നിൻ ആണ്. അതും ഇതുപോലെ തന്നെ വാട്ടർ സപ്പോർട്ടിന് മെക്കാനിക്കൽ സപ്പോർട്ടിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഹെമി സെല്ലുലോസ് എന്താണ് ഡ്രൈ സീഡ്സിന്റെ സെൽ വാളിലൊക്കെ കാണുന്നതാണ് ഹെമി സെല്ലുലോസും. അതും സെൽ വാളിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ
13th question answer option A sporopollenin. Okay, then the next question number 14. Female gametophyte of angiosperm is represented by option A nucellus, option B embryo sac, option C ovule, option D megaspore mother cell. Option A nucellus. Nucellus എന്ന് പറയുന്നത് ന്യൂട്രിറ്റീവ് ടിഷ്യൂ സീൻ ഇൻ ഓവ്യൂളിനെയാണ് നമ്മൾ ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ഓവ്യൂളിലെ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് ന്യൂസെല്ലസ്. ഓക്കെ, ദെൻ ഓപ്ഷൻ ബി എംബ്രിയോ സാക്. എംബ്രിയോ സാക് എന്ന് പറയുന്നത് ഒരു 7 സെൽഡ് ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അതിന്റെ സെൻട്രലായിട്ട് 2 ന്യൂക്ലിയസ് ഉള്ള ഒരു പോളാർ ന്യൂക്ലിയ ഉണ്ട്, പിന്നെ ഒരു മൈക്രോപെലാർ എൻഡ് ആൻഡ് ചെലാസൽ എൻഡ്. മൈക്രോപെലാർ എൻഡ് കൺസിസ്റ്റ് ഓഫ് എക്സൽ ആൻഡ് 2 സിനർജിഡ്സ് ആൻഡ് ചെലാസൽ എൻഡ് കൺസിസ്റ്റ് ഓഫ് 3 ആന്റിബോഡൽ സെൽസ്. ഓക്കെ, അപ്പോൾ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓഫ് ആൻജിയോസ്പെർം എന്ന് പറയുന്നത് എംബ്രിയോ സാക് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ദെൻ സി ഓവ്യൂൾ. ഓവ്യൂൾ എന്ന് പറയുന്നത് മെഗാസ്പോറാഞ്ചിയാണ്. ഓവ്യൂളിനകത്താണ് എന്താണ് എംബ്രിയോ സാക് ഉള്ളത്. ദെൻ ഓപ്ഷൻ ഡി മെഗാസ്പോർ മദർ സെൽ. മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂസെല്ലസിലെ ഒരു സെല്ലാണ് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നത്. മെഗാസ്പോർ മദർ സെല്ലാണ് മ്യൂസിസ് നടന്ന് എന്തോന്ന് ഫോം ചെയ്യുന്നത്, 4 മെഗാസ്പോർ ഫോം ചെയ്യുന്നത്. ഈ മെഗാസ്പോർ മദർ സെൽ നമ്മുടെ ഓവ്യൂളിലെ മൈക്രോപെലാർ എൻഡിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 14th ആൻസർ ഓപ്ഷൻ ബി എംബ്രിയോ സാക്. Okay, 15th question. In a flowering plant, archosporium gives rise to option A wall and the tapetum, option B both wall and the sporogenous cell, option C only the wall of the sporangium, option D only tapetum and the sporogenous cells. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കുന്നതിന് മുന്നേ എന്താണ് ആർക്കസ്പോറിയം നോക്കാം. ആർക്കസ്പോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരം മെച്ചൂറായി തുടങ്ങുമ്പോഴത്തേനും അതിന്റെ കോർണറിലുള്ള ഏതെങ്കിലും ഒരു സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്താണ് ആർക്കസ്പോറിയം അല്ലെങ്കിൽ ആർക്കസ്പോറിയൽ സെല്ലായിട്ട് മാറുന്നത്. ഈ ആർക്കസ്പോറിയം പിന്നീട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് പ്രൈമറി പരിറ്റൽ സെല്ലിനെയും പ്രൈമറി സ്പോറോജീനസ് സെല്ലിനെയും ഫോം ചെയ്യും. ഈ പ്രൈമറി പരിറ്റൽ സെല്ലാണ് വാൾ ലേയേഴ്സ് ആയിട്ട് വന്നത്. വാൾ ലേയേഴ്സ് ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോതീഷ്യ, മിഡിൽ ലെയർ ആൻഡ് ടെപ്പീറ്റ. പിന്നെ നമ്മുടെ പ്രൈമറി സ്പോറോജീനസ് സെൽ എന്തായിട്ട് മാറും? സ്പോറോജീനസ് ടിഷ്യൂ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്താണ് ആർക്കസ്പോറിയം എന്ന് പറയുമ്പോഴത്തേന് ആർക്കസ്പോറിയം എന്ന് പറയുമ്പോൾ വളേഴ്സ് ഫോം ചെയ്യും, സ്പോറോജീനസ് സെൽസ് ഫോം ചെയ്യും. അപ്പോൾ ഏതാണ് ആൻസർ? 15th ആൻസർ ഓപ്ഷൻ ബി ബോത്ത് വാൾ ആൻഡ് ദി സ്പോറോജീനസ് സെൽ. Next question number 16. Which of the following pair has haploid structures? Option A nucellus and primary endosperm nucleus, option B antipodal cells and megaspore mother cell, option C antipodal cells and egg cell, option D nucellus and antipodal cells. ഓരോന്നിന്റെ പ്ലോയിഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ന്യൂസെല്ലസ് എന്ന് പറയുന്നത് 2n ആണ്. പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസിന്റെ പ്ലോയിഡ് 3n. ആന്റിപോഡൽ സെൽസിൻ്റെത് അതൊരു ഹാപ്ലോയിഡ് ആണ്, അപ്പോൾ n ആണ്. മെഗാസ്പോർ മദർ സെൽ ഡിപ്ലോയിഡ് ആണ് 2n. ദെൻ ഓപ്ഷൻ സിയിലെ ആന്റിപോഡൽ സെൽസ് ഹാപ്ലോയിഡ് ആണ്, എഗ് സെൽസും ഹാപ്ലോയിഡ് ആണ്. ദെൻ ഓപ്ഷൻ ഡിയിലെ ന്യൂസെല്ലസ് ഡിപ്ലോയിഡ് ആണ്, ആന്റിപോഡൽ സെൽസ് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ 2 ഹാപ്ലോയിഡ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ സിയിലെ ആന്റിപോഡൽ സെൽസും എഗ് സെല്ലും ആണ്. അപ്പോൾ 16th ആൻസർ option C. Next question number 17. In angiosperms, female gamete is represented by option A pollen grains, option B egg cell, option C synergids, option D antipodal cell. Option A pollen grains നമുക്കറിയാം അത് മെയിൽ ഗാമറ്റ് ആണ്. ഓക്കെ, ദെൻ ഓപ്ഷൻ ബി egg cell ആണ് ആൻസർ. നമ്മൾ എംബ്രിയോ സാക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈക്രോപെലർ എൻഡിൽ സിനർജിഡ്സും കാണും, എഗ് സെല്ലും കാണും. സിനർജിഡ്സിന്റെ 2 സിനർജിഡിന്റെ സെൻട്രലായിട്ട് പ്ലേസ് ഇരിക്കുന്ന എഗ് സെൽ ആണ് ഫീമെയിൽ ഗാമീറ്റ് എന്ന് പറയുന്നത്. ആന്റിപോഡൽ സെൽസ് എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? ചലാസിനിൽ കാണുന്ന 3 സെൽസ് ആണ് ആന്റിപോഡൽ സെൽസ്. അപ്പോൾ 17th ആൻസർ ഓപ്ഷൻ ബി എഗ് സെൽ. The next question number 18. When an ovary develops into a fruit without fertilization, it is called option A polyembryony, option B parthenocarpy, option C apomixis and option D porogamy. Option A polyembryony, that means എന്താണ് നമ്മുടെ ന്യൂസെല്ല സെൽസ് എംബ്രിയോ സാക്കിനകത്തോട്ട് പ്രൊട്രൂഡ് ചെയ്തിട്ട് മോർ ദാൻ 1 എംബ്രിയോ ഫോം ചെയ്യുന്ന മെത്തേഡാണ് പോളിഎംബ്രിയോണി എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻ ബി പാർത്തനോകാർപ്പി, ദാറ്റ് മീൻസ് ഓവറി ഡെവലപ്പ് ഇൻടു എ ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അതാണ് പാർത്തനോകാർപ്പി. അപ്പോൾ 18th ആൻസർ ഓപ്ഷൻ ബി പാർത്തനോകാർപ്പി ആണ്. ദെൻ ഓപ്ഷൻ സി അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് എന്താണ്? സി ദാറ്റ് ഫോം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് അപ്പോമിക്സിസ്. ദെൻ പോറഗമി നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു ടേം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീഡ് പ്ലാന്റ്സിൽ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? പോളൻ ട്യൂബ് മൈക്രോപെലാർ എൻഡ് വഴി ഓവ്യൂളിൽ എൻട്രി ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത് പോറോഗമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 18th ആൻസർ ഓപ്ഷൻ ബി പാർത്തനോകാർപ്പി. Then question number 19. Male gamete or sperms are developed from a generative cell by option A mitotic division, option B mitotic division, option C meiotic division, D none of these.
അപ്പോൾ നമ്മുടെ പോളൻ ഗ്രെയിനകത്ത് 2 സെൽസ് ഉണ്ട്, ലാർജ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് സെല്ലും സ്മോൾ ജനറേറ്റീവ് സെല്ലും. ജനറേറ്റീവ് സെല്ല് മൈറ്റോഡ് ഡിവിഷൻ നടത്തിയിട്ട് 2 മെയിൽ ഗാമീറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഒരു മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസും, ഒരു മെയിൽ ഗാമീറ്റ് നമ്മുടെ മൈക്രോപോലാർ എൻഡിൽ എഗ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്, അതുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്താ ഫോം ചെയ്യുന്നത്, സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് മെയിൽ ഗാമീറ്റ്? ജനറേറ്റീവ് സെല്ല് മൈറ്റോഡ് ഡിവിഷൻ വഴിയാണ് മെയിൽ ഗാമീറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം 19th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി, മൈറ്റോട്ടിക് ഡിവിഷൻ. Then question number 20. Scutellum is present in the embryo of option A groundnut, option B pea, option C triticum and D none of these. Then scutellum എവിടെയാണ് കാണുന്നത്? നമ്മുടെ മോണോക്കോട്ട് എംബ്രിയോയിൽ കാണുന്ന സ്ട്രക്ചറാണ് സ്ക്യൂട്ടലം. അപ്പോൾ അതൊരു മോണോക്കോട്ടിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് മാത്രമേ എന്താ കാണത്തുള്ളൂ? സ്ക്യൂട്ടലം കാണത്തുള്ളൂ. അപ്പൊ നോക്കാം, ഓപ്ഷൻ എ ഗ്രൗണ്ട്നട്ട് ഒരു ഡൈക്കോട്ടിലേറ്റഡ് ആണ്, ഓപ്ഷൻ ബി പി ഒരു ഡൈക്കോട്ടിലേറ്റഡ് ആണ്, ഓപ്ഷൻ സി ട്രിറ്റിക്കം. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ട്രിറ്റിക്കം മിസ്റ്റിവത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ട്രിറ്റിക്കം മിസ്റ്റിവം എന്ന് പറഞ്ഞാൽ എന്താണ്? വീറ്റ് ആണ്. വീറ്റ് ഒരു മോണോക്കോട്ടിലേറ്റഡ് ആണ്. അപ്പൊ ആൻസർ 20ൽ സി ട്രിറ്റിക്കം ആണ്. ദെൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇപ്പോൾ ട്രിറ്റിക്കം എന്ന് പറഞ്ഞാൽ സയന്റിഫിക് നെയിം ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും അല്ലേ? ഇപ്പൊ സയന്റിഫിക് നെയിം എല്ലാവരും അതുപോലെ ഓർക്കണം എന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഇപ്പം ഗ്രൗണ്ടഡ് ഡൈക്കോട്ടിലേറ്റഡ് ആണെന്ന് നമുക്കറിയാം, പിയും ഡൈക്കോട്ടിലേറ്റഡ് ആണെന്ന് അറിയാം. അത് വെച്ചിട്ട് നമുക്ക് ഈ ഓപ്ഷൻ ഇപ്പൊ ട്രിറ്റിക്കം എന്താണെന്ന് അറിയില്ല എങ്കിൽ നമുക്ക് അങ്ങനെയും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. മിൽക്കി വാട്ടർ ഓഫ് ഗ്രീൻ കോക്കനട്ട് ഈസ് എ ലിക്വിഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, ബി ലിക്വിഡ് ചലാസ, ഓപ്ഷൻ സി ലിക്വിഡ് ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി ഡി ലിക്വിഡ് എൻഡോസ്പേം. ആൻസർ ഓപ്ഷൻ ഡി ലിക്വിഡ് എൻഡോസ്പേം ആണ്. നമ്മൾ എൻഡോസ്പേം ഡെവലപ്മെന്റിൽ തന്നെ പറയുന്നുണ്ട്, അത് ആദ്യം ഫ്രീ ന്യൂക്ലിയർ ആയിരിക്കും. ആ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിനെയാണ് നമ്മൾ ലിക്വിഡ് എൻഡോസ്പേം എന്ന് പറയുന്നത്. അത് കൂടുതലും ടെൻഡർ കോക്കനട്ട് വാട്ടർ, അതാണ് നമ്മൾ ലിക്വിഡ് എൻഡോസ്പേം എന്ന് പറയുന്നത്. അത് സെല്ലുലാർ ആകുമ്പോഴാണ് സെല്ലുലാർ ആയിട്ടുള്ള എൻഡോസ്പേം ഫോം ചെയ്യുന്നത്. അത് വൈറ്റ് കേർണൽ ഓഫ് കോക്കനട്ട് ആണ്. ഓക്കെ, അപ്പോൾ 21ന്റെ ഓപ്ഷൻ ഡി ലിക്വിഡ് എൻഡോസ്പേം ആണ്. Question number 22. In artificial hybridization, the flowers are first emasculated. Which organ of the plant is removed in this process? Option A stamens, option B ovary, option C stigma and option B ovule. ഓക്കെ, അപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡ്സിന്റെ സ്റ്റെപ്സ് ആയി നോക്കാം. അതിലൊരു 6 സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സെലക്ഷൻ ഓഫ് പാരന്റ്സ്, എമാസ്കുലേഷൻ, ബാഗിംഗ്, പൊളിനേഷൻ, റീബാഗിംഗ് ആൻഡ് ലേബലിംഗ്. അപ്പം നമ്മളൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റിനെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതിന്റെ എന്താണ് ആന്തർ ആണ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, എമാസ്കുലേഷൻ വഴി നമ്മൾ എന്താ റിമൂവ് ചെയ്യുന്നത്? റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം എ മെച്ചുവർ ഫ്ലവർ, എസ്പെഷ്യലി ഒരു ബൈസെക്ഷൽ ഫ്ലവറിൽ ഉള്ള ആന്തർ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻസ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് നല്ലൊരു ഹൈബ്രിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് എമാസ്കുലേഷൻ. അപ്പോൾ എമാസ്കുലേഷൻ വഴി എന്താ ചെയ്യുന്നത്? നമ്മൾ റിമൂവൽ ഓഫ് ആന്തർ ഫ്രം എ മെച്ചുവർ ഫ്ലവർ ഇൻ എ ബൈസെക്ഷൽ ഫ്ലവർ ടു അവോയ്ഡ് സെൽഫ് പോളിനേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ റിമൂവ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റേമൻസ് ഓർ ആന്തർ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് ആൻസർ. ബാക്കിയുള്ളതൊക്കെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ പാർട്സ് ആണ്. നമുക്കതിനെ അവോയ്ഡ് ചെയ്തിട്ട് ഓപ്ഷൻ എ ആണ് സ്യൂട്ടഡ് ആൻസർ എടുക്കാം. 23rd question. Which one of the following pollination is autogamous? Option A cleistogamy, option B geitonogamy, option C chasmogamy and option D xenogamy. Option A cleistogamy. എന്താണ് ക്ലിസ്റ്റോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ ദാറ്റ് ഡു നോട്ട് ഓപ്പൺ ആർ കാൾഡ് ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ. അപ്പോൾ ക്ലിസ്റ്റോഗാമസ് ഫ്ലവറിന്റെ പ്രത്യേകത തന്നെയാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. ഓട്ടോഗമി എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് സെൽഫ് പോളിനേഷൻ. ഒരു ഫ്ലവറിലെ ആന്തറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പോളിനേഷൻ നടക്കുന്ന പ്രോസസ്സാണ് ഓട്ടോഗാമസ്. അപ്പോൾ ആൻസർ ആൻസർ ഓപ്ഷൻ എ ആണ്. ഗെയ്റ്റോഗമി നിങ്ങൾക്ക് അറിയാലോ എന്താണ്? സെൽഫ് പോളിനേഷൻ തന്നെയാണെങ്കിലും ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്. ഓക്കെ, അതാണ് ഗെയ്റ്റോഗമി. അടുത്ത ചാസ്മോഗമി എന്ന് പറഞ്ഞ ഫ്ലവർ ദാറ്റ് ഓപ്പൺ ആർ കാൾഡ് ചാസ്മോഗാമസ് ഫ്ലവർ. ഓക്കെ, ദെൻ ഓപ്ഷൻ ഡി ക്സീനോഗമി എന്ന് പറയുമ്പോഴത്തേനും അതാണ് ടിപ്പിക്കലി എന്താണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ് പ്ലാന്റ്സിൽ നടക്കുന്ന, അതായത് 2 ഡിഫറെന്റ് പ്ലാന്റ്സ് തമ്മിലുള്ള പോളിനേഷനാണ് നമ്മൾ ക്സീനോഗമി എന്ന് പറയുന്നത്. അപ്പോഴത്തേനും 23rd ആൻസർ ഓപ്ഷൻ എ ക്ലിസ്റ്റോഗമി. Okay, next question number 24. When pollinated flowers are
Option A, small, brightly colored, producing large number of pollen grains. Option B, small, producing nectar and dry pollen. Option C, small, producing large number of dry pollen grains. Option D, large, producing abundant nectar and pollen. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കുന്നതിന് മുന്നേ എന്താണ് വിൻ പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ സ്റ്റേമെന്റ്സിന്റെ പ്രത്യേകത നോക്കാം. ഫ്ലവേഴ്സിന്റെ പ്രത്യേകത നോക്കാം. ആ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലോറസൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കണം, എക്സ്പോസ്ഡ് സ്റ്റേമൻ ആയിരിക്കണം, ഫെദറി സ്റ്റിഗ്മ ആയിരിക്കണം, പോളൻ ഗ്രെയിൻസ് ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി ആയിരിക്കണം, പ്രസൻസ് ഓഫ് സിംഗിൾ ഓവ്യൂൾ ഇൻ ഓവറി ആയിരിക്കണം. ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് വിൻ പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ എന്താണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ വാട്ടർ പോളിനേഷൻ ആണെങ്കിൽ അതിന്റെ പോളൻ ഗ്രെയിൻസ് എങ്ങനെ ആയിരിക്കണം? ലോങ് ആയിരിക്കണം, റിബൺ ലൈക്ക് ആയിരിക്കണം. പിന്നെ ആ പോളൻ ഗ്രെയിൻസിനേക്ക് കവർ ചെയ്യാനായിട്ട് ഒരു കോട്ടിങ് വേണം, ഒരു വെറ്റി കോട്ടിങ് വേണം. കാരണം എന്ന് വെച്ചാൽ അത് വാട്ടറിൽ മൂവ് ചെയ്യുന്നതല്ലേ. അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? ആനിമൽ പോളിനേഷൻ. ആനിമൽ പോളിനേഷന്റെ പ്രത്യേകത എന്താണ്? ലാർജ് ഫ്ലവേഴ്സ് ആയിരിക്കണം, നല്ല ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കണം, റിച്ച് ഇൻ നെക്ടർ ആയിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ വരുന്ന ഒരു ആനിമൽ അത് അട്രാക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിന് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സ്മാൾ, ബ്രൈറ്റ് കളേർഡ്, പ്രൊഡ്യൂസിങ് ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ്. അല്ല, ബ്രൈറ്റ്ലി കളേർഡ് വരുന്നത് എപ്പോഴും ഏതായിരിക്കും? ആനിമൽ പോളിനേഷനിലായിരിക്കും. ഓപ്ഷൻ ബി, സ്മാൾ, പ്രൊഡ്യൂസിങ് നെക്ടർ ആൻഡ് ഡ്രൈ പോളൻ. ഓക്കെ, സ്മാൾ ആൻഡ് ഡ്രൈ പോളൻ ഓക്കെ, പക്ഷെ പ്രൊഡ്യൂസിങ് നെക്ടർ വരുന്നത് ആനിമൽ പോളിനേഷൻ ആണ്. ദെൻ ഓപ്ഷൻ സി, സ്മാൾ, പ്രൊഡ്യൂസിങ് ലാർജ് നമ്പർ ഓഫ് ഡ്രൈ പോളൻ ഗ്രെയിൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്ഷൻ. സ്മാൾ ആയിരിക്കണം, ലാർജ് നമ്പർ ഓഫ് ഡ്രൈ പോളൻ ഗ്രെയിൻസ് ആയിരിക്കണം, അതായത് നോൺ സ്റ്റിക്കി ആയിരിക്കണം, എങ്കിൽ മാത്രമേ വിൻഡിൽ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഓപ്ഷൻ ഡി, ലാർജ്, പ്രൊഡ്യൂസിങ് അബണ്ടന്റ് നെക്ടർ ആൻഡ് പോളൻ. അബണ്ടന്റ് നെക്ടർ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ആനിമൽ പോളിനേഷൻ ആയിരിക്കും. അപ്പോൾ 24th answer option C ആണ്, small, producing large number of dry pollen grains. Then question number 25, the scutellum observed in a grain of wheat, maize is comparable to which part of the seed in other monocotyledons? A, endosperm, B, plumule, C, cotyledon, D, aileron layer. സ്കൂട്ടെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ മോണോക്കോട്ടിന്റെ ഏത് പാർട്ടാണ്? കോട്ടിലിഡൺ പാർട്ട് ഓഫ് സീഡുമായിട്ടാണ്. മോണോക്കോട്ടിലെ വേറൊരു സീഡിന്റെ കോട്ടിലിഡനുമായിട്ടാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ളത്. സ്കൂട്ടെല്ലാം എന്ന് പറയുന്നത് മോണോക്കോട്ടിലിന് കിടന്ന ഒരു കോട്ടിലിഡനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സ്കൂട്ടെല്ലാം എന്ന് പറയുന്നത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി, കോട്ടിലിഡൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 26, a typical angiosperm embryo sac at maturity through. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പെർം എംബ്രിയോ സാക്ക് എത്ര സെൽഡ് ആയിരിക്കും? 8 ന്യൂക്ലിയേറ്റും 7 സെൽഡും ആയിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് 7 സെൽഡ്? 2 സിനർജിഡ്സ്, ഒരു എഗ് സെല്ല്, പിന്നെ ഒരു പോളാർ ന്യൂക്ലിയെ, പിന്നെ താഴെയുള്ള 3 എന്താണ്? ആന്റിപോഡൽസ്. ഇത്രയും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? 8 സെൽഡ് ഇൻ എംബ്രിയോ സാക്ക്. ഇനി 8 ന്യൂക്ലിയസ് ഏതൊക്കെയാണ്? സിനർജിഡ്സിൽ ഒരു ന്യൂക്ലിയ, 2 സിനർജിഡ്സിലും കൂടി 2 ന്യൂക്ലിയ, എഗ് സെല്ലിൽ ഒരു ന്യൂക്ലിയ, പോളാർ ന്യൂക്ലിയ അല്ലെങ്കിൽ സെൻട്രൽ സെല്ലിൽ സെൻട്രൽ സെല്ലാണ് കേട്ടോ. സെൻട്രൽ സെല്ലിൽ 2 പോളാർ ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ താഴെ ആന്റിപോഡൽസിൽ 3 ന്യൂക്ലിയസ്. ഇത്രയും കൂടെ ചെയ്യുന്നതാണ് 8 ന്യൂക്ലിയസ് ആവുന്നത്. സോ 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് സ്റ്റേജ് ആണ് എ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ എംബ്രിയോ സാക്കിന്റെ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 26ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. Next question, question number 27. Aileron cells are present in the endosperm of option A, cereals, option B, legumes, option C, both A and B, and option D, none of these. Aileron cell layer കാണുന്നത് മോണോകോട്ടിലിഡനിലാണ്. അതിന്റെ സീഡിലാണ് അലറോൺ ലെയർ കാണുന്നത്. അപ്പോൾ ഇവിടെ സ്യൂട്ട് ആയിട്ടുള്ള ഓപ്ഷൻ എ സീരിയൽസ് ആണ്. ദെൻ ഓപ്ഷൻ ബി ലെഗ്യൂംസ് നമ്മുടെ ഡൈക്കോളിഡൻ ആണ്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി വരത്തില്ല, നൺ ഓഫ് ദീസ് അല്ല. ദെൻ 27ന്റെ ആൻസർ ഓപ്ഷൻ എ സീരിയൽസ്. Okay, then question number 28. Which one of the following is wrong? Option A, edible part of apple thalamus. B, functional megaspore embryo sac. Option C, scutellum of the grass embryo endosperm. And D, polar nucleus in the central cell. Then നമുക്ക് പറഞ്ഞിട്ട് നോക്കാം. ഓപ്ഷൻ എ, edible part of the apple thalamus. അത് കറക്റ്റ് ആണല്ലോ, കാരണം അതൊരു ഫാൾസ് ഫ്രൂട്ട് ആണ്. നോർമലി ഫ്രൂട്ട് ഫോം ചെയ്യുന്ന ഓവറിൽ നിന്നാണ്, പക്ഷെ ആപ്പിളിലെ തലാമസ് ആണ് ഫ്രൂട്ട് ആയിട്ട് മോഡിഫൈ ആവുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് റോങ് എന്നാണ്. ദെൻ ഓപ്ഷൻ ബി, ഫംഗ്ഷൻ മെഗാസ്പോർ ഇസ് എംബ്രിയോ സാക്. ഓക്കെ, അറിയാലോ ഫംഗ്ഷൻ മെഗാസ്പോർ ആണ് എംബ്രിയോ സാക്, അത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് റോങ്. ദെൻ ഓപ്ഷൻ സി, സ്കൂട്ടലം ഓഫ് ഗ്രാസ് എംബ്രിയോ എൻഡോസ്പേം. അല്ലല്ലോ, സ്കൂട്ടലം ഓഫ് ഗ്രാസ് എംബ്രിയോ എന്താണ്? ദാറ്റ് ഇസ് കോട്ട്ലിഡൻ ആണ് സ്കൂട്ടലം ഓഫ് ഗ്രാസ് എംബ്രിയോ. അപ്പോൾ ഈ ആൻസർ, അപ്പോൾ 28ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഇസ് ദ റോങ് ആൻസർ.
Is നമ്മുടെ question which one of the following is wrong എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ scutellum of the grass embryo endosperm എന്ന് പറയുന്നത് wrong ആണ്. അതിന്റെ ആൻസർ ഏതാണ്? കോട്ട്ലിൻ ആണ്. അപ്പോൾ 28ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ദെൻ ഓപ്ഷൻ ഡി പോളാർ ന്യൂക്ലിയസ് seen in the centrosel അത് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ 28ന്റെ ആൻസർ ഓപ്ഷൻ സി. Then 29, which one of the following function of germ spore is pollen grain? Sorry, germ pore in pollen grain is correct. Option A provides the development of pollen tube for fertilization. Option B help in the dehiscence of anther. Option C help in the protection of pollen grain. Option D nourishes the developing pollen grain. അപ്പോൾ ഏതാണ് germ pore ന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? germ pore ആണ് നമ്മുടെ pollen grain സ്റ്റിഗ്മയിൽ വന്നിരിക്കുമ്പോൾ germ pore കൂടെയാണ് എന്താണ് pollen tube ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ 29ന്റെ ആൻസർ ഇറ്റ് പ്രൊവൈഡ് ദ ഡെവലപ്മെന്റ് ഓഫ് pollen tube ഫോർ ഫെർട്ടിലൈസേഷൻ. അതാണ് 29ന്റെ ആൻസർ ഓപ്ഷൻ എ. Okay, next question and the final question. Which among the statement is wrong about apomixis? A. It is the formation of seed without fertilization. B. It is a form of asexual reproduction that mimics sexual reproduction. C. Apomixis is shown by the species of Asteracean grasses. And option D. As a result of apomixis, haploid cell is formed without reduction division and develops into embryo. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇറ്റ് ഇസ് എ ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതൊരു കറക്റ്റ് ആൻസർ ആണ്. ഇറ്റ് ഇസ് നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ഏതാണ് റോങ് എന്നാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഓപ്ഷൻ ബി ഇറ്റ് ഈസ് ദ ഫോം ഓഫ് സെക്സ്വൽ റിപ്രൊഡക്ഷൻ ദാറ്റ് മീമിക്സ് സെക്സ്വൽ റിപ്രൊഡക്ഷൻ. അത് എന്താണ് അപ്പോമിക്സിന്റെ കാര്യത്തിൽ അത് കറക്റ്റ് ആണ്. Apomixis is shown by the species of Asteracean grasses. അതും അപ്പോമിക്സിന്റെ കാര്യത്തിൽ കറക്റ്റ് ആണ്. Then the final option D, as a result of apomixis, haploid cell is formed without reduction division and develops into embryo. As a result of apomixis എന്താ ഫോം ചെയ്യുന്നത്? ഡിപ്ലോയിഡ് സെല്ലാണ്. റിഡക്ഷൻ ഡിവിഷൻ നടക്കാതെ എംബ്രിയോ ആയിട്ട് ഡയറക്റ്റ് വന്നത്. അപ്പോൾ 30യുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്.